ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീലയും ചുവപ്പും പർപ്പിൾ നിറത്തിലുമുള്ള കണങ്കാൽ, കാൽത്തുട, മുഖം എന്നിവിടങ്ങളിൽ ഒരു ഡിസൈൻ വരും ചിലർക്ക്. പിടച്ചു പൊങ്ങി വരുന്ന വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന ഞരമ്പുകളാണ് ഈ ഡിസൈൻ ഉണ്ടാക്കുന്നതെന്ന് മാത്രം. ശരീരത്തിൽ പൊങ്ങി നിൽക്കുന്ന ഇവ പെട്ടെന്ന് കാണാൻ സാധിക്കും. 30 മുതൽ 60% വരെ മുതിർന്നവർ സ്പൈഡർ വെയിൻസ് എന്ന ഞരമ്പ് പിടിക്കൽ വലയുന്നവരാണ്. ഞരമ്പ് പിടിക്കലിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ചിലത് പാരമ്പര്യമാകാം, രക്തം കട്ടകൂടി കിടന്നതിന്റെ പരിണത ഫലമാകാം, അമിത വണ്ണമാകാം, ഗർഭനിരോധന മരുന്നുകൾ കഴിച്ചതിനെ തുടർന്നുമാകാം. നിങ്ങളുടെ ജോലിയും ഈ ഞരമ്പ് പിടിക്കലിനെ സ്വാധീനിക്കുന്നുണ്ട്. ഒരുപാട് നേരം നിന്ന് ചെയ്യേണ്ട ജോലിയാണ് നിങ്ങളുടേത് എങ്കിൽ, ഉദാഹരണത്തിന് ടീച്ചർ, നേഴ്സ്, ഹെയർ സ്റ്റൈലിസ്റ്റ്, ഫാക്ടറി ജോലി എന്നിവിടങ്ങളാണെങ്കിലും നിങ്ങളുടെ കാലുകളിലും മുഖത്തും ഞരമ്പുകൾ തടിച്ചു വരാൻ സാധ്യതയുണ്ട്. ഗർഭകാലത്തെ ഹോർമോൺ മാറ്റങ്ങൾ, ആർത്തവം, ആർത്തവ വിരാമം, മുഴ, മലബന്ധം എന്നിവ കൊണ്ട് വയറിനുണ്ടാകുന്ന അധിക സമ്മർദ്ദം എന്നിവയും ഞരമ്പുകൾ പിടിച്ചു പൊങ്ങുന്നതിന് ഇടയാക്കുന്നു. സന്ധിവേദന, ക്ഷീണം, കാലുകൾക്ക് ഭാരം അനുഭവപ്പെടുന്നത്, വിങ്ങിയുള്ള വേദന എന്നിവയിലൂടെയും ഞരമ്പ് പിടിക്കലിന് ഇടയാക്കുന്നു. സ്ത്രീകൾ ഇതിന്റെ ലക്ഷണങ്ങൾ കുറച്ച് കഠിനമായിരിക്കും. ഗർഭധാരണ കാലത്തോ ആർത്തവ സമയത്തോ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. കണങ്കാൽ ഭാഗത്ത് പ്രധാനമായും ഈ സമയം നീർവീക്കം ഉണ്ടാകുകയും കടുത്ത കറുത്ത നിറത്തിലേക്ക് ഇവിടം മാറുകയും ചെയ്യും. സ്പൈഡർ വെയിനിൽ നിന്നും രക്ഷ നേടാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ അതിന് പ്രകൃതിദത്തമായ ചില വഴികളുണ്ട്. വീട്ടിലിരുന്ന് തന്നെ പരീക്ഷിക്കാവുന്ന ചില വഴികൾ. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓറഞ്ചിലുള്ള വിറ്റാമിൻ സി ഞരമ്പ് പിടിക്കലിന് നിന്നും നിങ്ങൾക്ക് മോചനം നൽകാൻ പ്രാപ്തമാണ്. വിറ്റാമിൻ സി രക്തയോട്ടത്തെ ശരിയായ രീതിയിലാക്കുകയും ധമനികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കോശജാലങ്ങളെ നശിപ്പിക്കുന്നതിൽ നിന്നും ഇവ തടയുകയും ചെയ്യും. ദിവസേന കൂടുതൽ ഓറഞ്ച് കഴിക്കാൻ ശ്രമിക്കുക. രക്തത്തിനായി കാത്തിരിക്കുന്ന കോശജാലങ്ങളിലേക്ക് രക്തം എത്തിക്കുന്നതിന് അവണക്കെണ്ണയ്ക്ക് സാധിക്കുന്നു. ഞരമ്പുകളിൽ രക്തം കട്ട പിടിക്കുന്നതിനുള്ള സാധ്യതയും ഇത് ഇല്ലാതാക്കും. ഇതിലൂടെ നീർവീക്കം കുറയ്ക്കാം. അവണക്കെണ്ണ ഉപയോഗിച്ച് ദിവസേന 2 നേരം ഞരമ്പ് പിടിച്ചിരിക്കുന്ന ഭാഗത്ത് മസാജ് ചെയ്യുക. ദിവസേന പേരയ്ക്ക കഴിക്കുന്നതിലൂടെയും ഞരമ്പ് പിടിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാം. പേരയ്ക്കയിൽ വിറ്റാമിൻ സിയും വിറ്റാമിൻ ഡിയും വലിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ധമനികളെ ശക്തിപ്പെടുത്തുകയും കോശജാലങ്ങളിലേക്ക് വേണ്ട രക്തം എത്തിക്കുകയും ചെയ്യുന്നു. സൂക്ഷ്മ രക്തവാഹികളെയും ധമനികളെയും ശക്തിപ്പെടുത്താൻ പേരയ്ക്ക ദിവസേന കഴിക്കുക. രക്തസംക്രമണവും ഇതിലൂടെ ശരിയായി വരും. ഞരമ്പ് പിടിക്കലിനെ പൊതുവായി ഉപയോഗിക്കുന്ന ഒന്നാണ് ആപ്പിളിൽ നിന്നുമുള്ള ഈ വിനാഗിരി. വൃത്തിയുള്ള ഒരു തുണി എടുത്ത് ശേഷം അതിൽ ആപ്പിൾ സിഡാർ വിനീഗറിൽ മുക്കുക. പിഴിഞ്ഞതിന് ശേഷം ഇത് ഞരമ്പ് പിടിച്ചിരിക്കുന്ന ഭാഗത്ത് പുരട്ടണം. അരമണിക്കൂർ ഈ തുണി ഞരമ്പ് പിടിച്ചിരിക്കുന്ന ഭാഗത്ത് വിടർത്തിയിടുക. ഞരമ്പുകൾ സാധാരണ അളവിലേക്ക് മാറുന്നതുവരെ ദിവസേന 2 തവണ വീതം ഇത് ചെയ്യണം. അതല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ ആപ്പിൾ സിഡാർ വിനീഗർ മിക്സ് ചെയ്ത് കുടിക്കുക. ദിവസത്തിൽ 2 തവണ വീതം കുടിക്കണം. വെള്ളം കൂട്ടാതെ ആപ്പിൾ വിനാഗിരിയാണെങ്കിൽ ഒരു ലോഷനിൽ സമാനുപാതത്തിൽ ഇവ രണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞരമ്പ് പിടിച്ചിരിക്കുന്ന ഭാഗത്ത് പുരട്ടണം. രക്തചംക്രമണം ശരിയായ രീതിയിലാക്കാനും ധമനികളെ ശക്തിപ്പെടുത്താനും കടുകെണ്ണ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. കടുകെണ്ണ ഉപയോഗിച്ച് ഞരമ്പ് പിടിച്ചിരിക്കുന്ന ഭാഗത്ത് ദിവസേന 2 തവണ മസാജ് ചെയ്യുക. ചർമ്മവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വർഷങ്ങളായി ഫുള്ളേഴ്സ് എർത്തിലൂടെ വളരെ ഫലപ്രദമായി പ്രതിവിധി കണ്ടുവരുന്നു. ഞരമ്പ് പിടിച്ചിരിക്കുന്നതിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് അത്രയും ടേബിൾ സ്പൂൺ ഫുള്ളേഴ്സ് എർത്ത് എടുക്കുക. ഇത് വെള്ളത്തിൽ ചേർത്ത് നേർപ്പിച്ച് ഒരു പേസ്റ്റ് ആക്കണം. ഈ പേസ്റ്റ് ഞരമ്പ് പിടിച്ച ഭാഗത്ത് പുരട്ടി രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി തേക്കുക. പുലർച്ചെ ഇത് കഴുകിക്കളയാം. പോഷകഘടകങ്ങൾ നിറയെ ഉള്ളിലൊതുക്കിയാണ് കാബേജുകളുടെ വരവ്. വിറ്റാമിൻ എ, വിറ്റാമിൻ B1, വിറ്റാമിൻ B2, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, സൾഫർ, കോപ്പർ, ഫൈബർ എന്നിവയെല്ലാം കാബേജിൽ അടങ്ങിയിരിക്കുന്നു. കാബേജിന്റെ ഇല നന്നായി കഴുകിയതിനു ശേഷം എടുക്കുക. വെള്ളം ചേർത്ത് അരിഞ്ഞ് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് ഞരമ്പ് പിടിച്ച ഭാഗത്ത് പുരട്ടുക.
ശേഷം വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ഇവിടെ കെട്ടിവെക്കാം. 2 മണിക്കൂർ ഇത് ശരീരത്തിൽ തുടരാൻ അനുവദിച്ചിട്ട് പിന്നീട് തുടച്ചു കളയുക. ഒരു ദിവസം 2-3 തവണ ഇങ്ങനെ ചെയ്യുക. കട്ടി കൂടിയ ഭാഗം കളഞ്ഞ് കാബേജ് ഇല വൃത്തിയാക്കിയെടുക്കുക. ഞരമ്പ് പൊങ്ങിയ ഭാഗത്ത് ഈ ഇല വെക്കണം. ഇല ഉണങ്ങി പിടിക്കുന്നതുവരെ ഇത് മാറ്റരുത്. ഞരമ്പ് പിടിച്ചിലിൽ നിന്നും ആശ്വാസം ലഭിക്കുന്ന മറ്റൊരു വഴിയാണ് ഇത്. ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.